ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് വീഡിയോ എടുത്തത്. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഏകദേശം 2 വർഷം മുമ്പാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് വെച്ചാൽ +2 പഠിക്കുന്ന ടൈം, എക്സാമിൻ്റെ ടൈം എടുത്ത വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ വൈഫൈ ആക്കിയതിന് ശേഷം കുറച്ച് ലൈവ് വീഡിയോസ് ഇട്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തായിരുന്നു എൻ്റെ ഫോണിലുണ്ടായത്. അല്ലാണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കംബാക്ക് വീഡിയോ ആണ്. അധികം പറഞ്ഞു വയ്പ്പിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് വീഡിയോ പോവാം. 1 വർഷത്തിന് ശേഷം ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ വീഡിയോ ഇടാണ്ടിരിക്കാൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ഉണ്ടായില്ല, മടിയും എല്ലാം കണ്ടാണ് ഇടാണ്ടിരുന്നത്. പിന്നീട് വലിയൊരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ റൂമിൽ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ PC പോയി. PC, ലാപ്ടോപ്പ്, അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല. എല്ലാം പോയി, ഡിവൈസ് എല്ലാം പോയി. കറണ്ടിൻ്റെ ടൈം ജസ്റ്റ് വോൾട്ടേജിന് എന്തോ ഇഷ്യൂ വന്നിട്ട് അടിച്ചു പോയതാണ്. ബട്ട് ഞാൻ ഇപ്പം നന്നാക്കാൻ വന്നില്ല, ഒരുപാട് പൈസയാവും. സോ അതിന് പകരമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ടാബ് വാങ്ങിയിട്ടില്ലേ. പിന്നെ കുറച്ച് വേറെ സ്പെക്സും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെയാണ് PC പോയതിന് ശേഷം വാങ്ങിയ സാധനങ്ങൾ. ആപ്പ്, ബ്ലൂടൂത്തിൻ്റെ കീബോർഡ് മൗസും ഉണ്ട്. പിന്നെ 2 ഹെഡ്സെറ്റ് ഉണ്ട്. രണ്ട് വയർലെസ്സും 1 വയേർഡുമാണ്. പിന്നെ എൻ്റെ പണ്ടത്തെ മൊബൈലിൽ ഇതിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുക. മുതൽ ഇതിൽ നിന്നായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുക. പിന്നെ ഗാഡ്ജറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പിന്നെ വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി മുതൽ വീണ്ടും യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോവാണ്. ഇതൊരു കംബാക്ക് ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി കുറേ കംബാക്ക് വീഡിയോ ഇട്ടായിരുന്നു. കുറേ ആൾ വീഡിയോ ഇടും, പിന്നെ വീണ്ടും പോകും, കുറേ ആൾക്ക് ശേഷം വീണ്ടും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഈ ടൈം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മുതൽ വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട്. ഇനി മുതൽ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഗൈസ്, ഇന്നിപ്പം ഏപ്രിൽ 29 ഉച്ച സമയമാണ്. ഏകദേശം 3 മണി. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചത്. കുറേ ആളായി കംബാക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ചിട്ട്. സോ ഇന്നിപ്പോൾ ഇതാ ഷൂട്ട് ചെയ്തു. ഇപ്പം ഡെയിലി വ്ളോഗ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നും നാളെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും, ഡെയിലി വ്ളോഗ്. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 20 ദിവസത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും ടൈം എടുത്തു എനിക്ക് ഈ ആപ്പും സകല സിസ്റ്റവും എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഈ കംബാക്കിൻ്റെ അപ്പുറം ഡേ 1 പിന്നെ നാളെ ഒരു വീഡിയോ, ഒരു ഡേ 2 ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇട്ട് നോക്കും. അതിന് ശേഷം മുതൽ ഒരു 25 ഈ ഒരു ആഴ്ചക്കുള്ളിൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് സംഭവം. കൂടുതൽ കാര്യങ്ങളിൽ പറയണമെന്നുണ്ട്. ഞാൻ ഒന്നും ചിന്തിച്ചില്ല, എന്തൊക്കെയാണ് പറയേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല. ഏകദേശം 3 മണിയായി. ഞാൻ ഇവിടെ പണിയെടുക്കുന്നതായിരുന്നു ഉണ്ടായത്. ഇവിടെ ഒരു ടേബിളിൻ്റെ പണിയുണ്ട്, അത് എടുക്കുന്നതായിരുന്നു ഉണ്ടായത്. സോ ഇന്നത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കും. നാളെ ഒരു വ്ളോഗ് ഉണ്ടാവും. നാളത്തെ വ്ളോഗും കൂടി കാണിച്ചു തരും. അതായിരിക്കും ഡെയിലി വ്ളോഗിൻ്റെ സാമ്പിൾ. അതിനുശേഷം മുതൽ ഞാൻ ഡെയിലി വ്ളോഗിന് അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഷോർട്സിൽ അറിയിക്കും. പിന്നെ ഡെയിലി വ്ളോഗ് ആയിരിക്കും ഗൈസ്. ഇനി മുതൽ ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. എത്ര ആൾ ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാണ്. സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഇത് പണിയെടുക്കാനായിട്ട് പണിയെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യുന്നത് വെച്ചാൽ. ഇതിൻ്റെ സൈഡിലല്ലേ ഈ ഒരു നെറ്റും ബോൾട്ടും ഊരി എടുക്കണം. എന്നിട്ട് അതിൻ്റെ വരെ ടോപ്പിൽ വെക്കണം. ഗൈസ്, ഈ റൂമിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഇതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് മേലെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിന് ആകെ ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ടില്ല. മറ്റേ കസാലേൻ്റെ കാട്ടിയും നന്നാതെ ലെവലാണ് ഇപ്പോൾ ഉണ്ട്. ഹൈറ്റാണ് എനിക്ക് വേണ്ടത്. ഇതാകുമ്പോൾ നിന്നിട്ടായാലും പണിയെടുക്കുക. പിന്നെ ഇത് നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ മേലെ ഞാൻ ഗ്രീൻ ക്ലോത്ത് വിരിക്കും. അപ്പോഴത്തേക്കിൽ 4 മണിയായി. ഞാൻ വിചാരിക്കുന്ന പോയി ചായ ആക്കിയിട്ട് ചായ കുടിച്ചുകൊണ്ട് ബാക്കി പണിയെടുക്കാം. കറത്തീരെ കഴിയുന്നില്ല. ചായ വേണം. ലെറ്റ്സ് ഗോ. ചായ. സോ വൈസ് ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് സമയം റീലും കണ്ടൊന്ന് റെസ്റ്റ് എടുക്കട്ട്. തീർന്നില്ല, ഇനി ആടിയുണ്ട്. അത്ര നല്ല ഈവനിങ് ടൈമാണ്. വെയിലെല്ലാം ഉണ്ട്, നല്ല ചൂടാണ്. സോ ചായ കുടിക്കട്ട്. റീലും കണ്ട് ചായ കുടിച്ചിട്ട് കുറച്ച് റിലാക്സ് ആകട്ടെ. ഇപ്പോൾ വൈഫൈ ഉണ്ട് നമുക്ക് ഇവിടെ. ഏതാ പണ്ടത്തെ അതേ വൈഫൈ ആണ്, ജിയോ എയർ ഫൈബർ. സോ ചായന് ഇത്രയും കൂടെ ഉള്ളൂ. സോ 4:24 വീഡിയോ ഉണ്ടായി. റിലാക്സ് ചെയ്യുന്നു. സോ വൈസ് ഇത്രയും നല്ല ചൂടത്ത് കറുപ്പും ഷർട്ട് ഇട്ട് നല്ല ചൂട് ചായയും കുടിച്ച് കഴിയുമ്പോഴേക്കും റിലാക്സ് ആയി. 4:30 ആവാനായി. ബാക്കി പണിയെടുക്കട്ട്. കുറേ നെറ്റും ബോൾട്ടെല്ലാം അവിടെ കാണാം. ഓക്കെ, സമയം ഇപ്പോൾ 7:15. സോ 5 മണിയാകുമ്പോഴേക്കിനും ഇതാ തൊട്ട് കിടന്ന് കുറച്ച് സമയം ഫുട്ബോളും കളിച്ച് 6:30 വരെ തിരിച്ചു വന്ന് പണി തുടങ്ങിയിട്ടില്ലേ. സോ മേലത്തെ ഈ ഒരു ലെയറും കൂടിയും വെച്ച് അയച്ചു മാറ്റണം. അയച്ചു മാറ്റിയാൽ സെറ്റായി. പിന്നെ ഭാവിയിലപ്പം പെയിൻ്റ് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതും കൂടി ഇനി ഊരി മാറ്റിയാൽ പണി കഴിഞ്ഞ്. സോ അങ്ങനെ അവസാനം ഇതിൻ്റെ അടിയത്തി ഊരി എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കാല് ചിലപ്പോൾ ആടാൻ ചാൻസ് ഉണ്ട്. ക്യാരിച്ചേലിങ് ആട്ടിങ് കൂടുതൽ അനങ്ങുന്നുണ്ടോ എന്നാൽ അത് ലെങ്ത്ത് കൂടുതലാണ്. ഈസിൽ ഉറപ്പിക്കാൻ ഒന്നുമില്ല. എന്തായാലും തൽക്കാലം ഇവിടെ വെച്ച് നോക്കട്ടെ, എന്നിട്ടും ആടുന്നുണ്ട് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെയായിട്ട് വെച്ചിട്ടില്ലേ. ഇവിടെ ഇപ്പം ഞാൻ ഇറക്കി വെച്ചിട്ടില്ലേ. അപ്പം ഇരിക്കുന്നത് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേത് രണ്ടും കാണിച്ചു തരാം. ആ പീസിന് ഇല്ല.
ഇതെവിടെയാണ് ആ ബാക്കി 2 പീസും ഇല്ലേ. ഈ 2 പീസും 4 കാലും ഉണ്ട്. ദൂരത്തുനിന്ന് കാണുമ്പോൾ ചെറുങ്ങനെ ബോറ് പോലെ തോന്നുന്നുണ്ട്. ബട്ട് എന്തായാലും സാധനം ബോറാണ്, ചെയ്യാനില്ല പ്രത്യേകിച്ച്. അപ്പം എന്തായിരിക്കും എൻ്റെ ന്യൂ സ്റ്റഡി ടേബിൾ. കാരണം ഇതിന് ഹൈറ്റ് പോരാ. ഹൈറ്റ് കൂട്ടാൻ വെച്ചാൽ 4-5 വെച്ചാൽ ഇതിന് ഹൈറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അത് ബോറായിരിക്കും. ഇത് അതിലും കാട്ടി വലിയ ബോറാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ച്. ഏകദേശം നമുക്ക് ഹൈറ്റ് കൂട്ടാം, അതുകൊണ്ട് സീനില്ല. ഇതിവിടെ മുട്ടും, ഈ ഒരു സാധനം ഇവിടെ മുട്ടുന്നുണ്ട്. ഇനി അതിന് പകരം താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇനി ഇതിപ്പോൾ താഴേക്ക് മാറ്റി വെച്ചാൽ ലെവലിലാണെങ്കിൽ മുട്ട് കൂത്താണ്ടൊക്കെ മുട്ടിക്കണം. ആ ഒരു ലെവലിലാണെങ്കിൽ അതിൻ്റെ അതേ മോഡലാണ്. ഇപ്പം ഇത് ഈ ഒരു സാധനം വെച്ച് കൂട്ടുന്നുണ്ട്. കല ആടെ കെട്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. പോയി കുളിക്കെട്ട്. ഒരു കാലളകി വീണിട്ടുണ്ട്. എൻ്റെ ട്രൈപോഡാണ് സാധനത്തിൻ്റെ. ഒരു കാലളകി വീണിട്ടുണ്ട്. ഫിക്സ് ആക്കണം. ഇത് കുളിച്ചിട്ട് വന്നിട്ട് ഫിക്സ് ആക്കാം. ഒരു കുളിക്കെട്ട് ആയി. കുളിച്ചിട്ട് ഫുഡ് കഴിക്കട്ടെ. വേഗം എനിക്ക് ഒരു 8 മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. സോ നല്ല ചൂടായതുകൊണ്ട് ഇതാ ഫാൻ ഇവിടെ ഫുള്ള് സ്പീഡിൽ ഓണാക്കി ഇട്ടിട്ടേ ഇല്ല. 2 ജനലും തുറന്നിട്ടിട്ട് കാണാം. സോ ഗൈസ്, കുളികയിന് കുപ്പായാലും മാറി. ഈ ഒരു ലൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചെറുനമ്പലത്തിൽ നിന്ന് ലാസ്റ്റ് ദിവസം വാങ്ങിയതാണ്. 120 റുപ്യ ഉള്ളൂ. പണ്ടേ ഇതേപോലത്തെ ലൈറ്റ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ അത്ര വൃത്തിക്ക് കളർ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഞാൻ കുറച്ചും കൂടി നോക്കട്ടെ. ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ബട്ട് അടുത്തുനിന്ന് ഞാൻ വെച്ചു തരാം. ഇതിലിപ്പം നേരവണ്ണം വൃത്തിയിൽ കാണുന്നില്ല, ക്യാമറേൻ്റെ പ്രശ്നമാണ്. സോ ഇനി താഴെ പോയിട്ട് ഫുഡ് കഴിക്കട്ട്. ഈ ലൈറ്റ്സ് എല്ലാം കാണുന്നുണ്ടാവും. ക്യാമറ ക്വാളിറ്റിയിലും ഭയങ്കര പോക്കാണ് ഇപ്പം. എൻ്റെ ക്യാമറക്ക് എന്താ അറിയില്ല, ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. സോ 5-6 കൊല്ലമായി വാങ്ങിയിട്ട്. ഇത് വാങ്ങണം, സെറ്റാക്കണം, എല്ലാം ആക്കണം. സോ ഞാനിനി പോയി ഫുഡ് കഴിക്കട്ട്. ഇപ്പോൾ സമയം 8:50 ചോറുളമ്പ്യാ. ഇവിടെ റെഡിയാണ്. സാമ്പാർ, തൈര്, മുട്ടിയുണ്ട്, പിന്നെ വെളുത്തുള്ളി അച്ചാറും. ഫുഡ് ആയിക്കട്ടെ. ഫുഡ് കഴിച്ച് അവിടെ ഞാൻ മുറ്റത്തിരിക്കുകയാണ്. മുറ്റത്തല്ല, ഇവിടെ പുറത്തിരിക്കുകയാണ്. മേടിയിരുന്ന് ഫോൺ നോക്കിയിരിക്കട്ട്. കുറച്ച് കഴിഞ്ഞ് വരെ പോകാം. നാട്ടിലില്ല ഏതോ പൂച്ചയാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ വന്നിട്ട് കാണുന്നുണ്ട്. ഞാൻ TV കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടേ. കുറച്ച് ഇഡ്ഡലി കൊടുത്തിട്ട് കുറച്ച് ഒന്ന് ബാക്കി അവിടെ കാണുന്നുണ്ട്. എന്തോ കണ്ടിട്ട് പേടിച്ചിട്ട് വന്നെയാണ്. വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഉള്ളിൽ കയറാൻ നോക്കുന്നുണ്ട്. എന്തിനും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പൂച്ചനൊന്നും തൊട്ട് ശീലമില്ല, പേടിയാണ്. അഥവാ മാന്തോ കടിക്കുവാറ്റം ചെയ്തില്ലെങ്കിൽ പണിയാണ്. അതിൻ്റെ നോട്ടാനൊക്കെ തീരെ പിടിക്കുന്നില്ല. ഒരുമാതിരി ഓട്ടം കണ്ടോ. ഇത്രയും സമയം ഇവിടെ ഇരുന്നിട്ട് ചുറ്റും നോക്കുകയെന്ന്. ഇഡ്ഡലി ബാക്കിയുണ്ട്, തിന്നിട്ട് പോയാൽ മതി. അത്രയും കുറയുള്ളൂ. വൈൽഡായിട്ടുള്ള ഒന്നിനും ഞാൻ തൊടാനും പിടിക്കാൻ നിൽക്കാറില്ല. അവരുടെ ക്വാളിറ്റി തീരെയില്ല. സൂമെല്ലാം ചെയ്യുമ്പോൾ കണ്ട ഇതവസ്ഥ. ഓക്കെ ഗായ്സ്, വെള്ളം നിറച്ച് ഇനി ഇതിൻ്റെ പണിയാണ്. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. എല്ലാവരും കാര്യം ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്ന ടൈം എനിക്ക് ചെയ്യേണ്ട ആപ്പ് ഞാൻ ഇതുവരെയായിട്ട് ടാബിൽ കയറ്റിയില്ല. കീബോർഡ് മൗസ് ഇവിടെ ഞങ്ങൾക്ക് കാണാം. പിന്നെ ഇതാണ് ഹെഡ്സെറ്റ് ബോട്ടിൻ്റെ, പിന്നെ ഒരു ഫിലിപ്സിൻ്റെ ഉണ്ട്. ഓക്കെ ഗായ്സ്, ഫിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് പരമാവധി ഷോർട്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ചെറിയ രീതിയിൽ. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. നല്ല ദിവസം വിചാരിക്കും നേരത്തെ കിടക്കണം, നല്ല ദിവസം വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസം എണീക്കുമ്പോൾ ഏകദേശം 9 മണി 10 മണിയാവാണ്ട് എണീക്കാറില്ല. നേരത്തെ കിടന്നാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ അറിയാം. ഞാൻ ഇപ്പോൾ ലേറ്റ് ആയി കിടന്നാൽ പിന്നെ പന്നായാലും ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ സമയം 11 മണി കഴിഞ്ഞ് 11:15 29 നാളെ 30. നാളെ കൂടി കഴിഞ്ഞാൽ ഏപ്രിൽ മാസം കഴിയലായി. ഓക്കെ, ഈ ഒരു ടൈമെല്ലാം റീൽസും കണ്ടിരുന്നിട്ടോ ഇല്ലെങ്കിൽ സീരീസ് കണ്ടാൽ ഇപ്പോൾ വീണ്ടും 12 മണിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കിടക്കുക എന്ന് വിചാരിക്കുന്നത്. നോ റിഗ്രറ്റ്സ് ഗൈസ്, കിടക്കാം. അങ്ങനെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മാറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് വിചാരിക്കുന്നു ഇപ്പം കിടക്കാം. വിചാരിച്ച കാര്യങ്ങൾ വിചാരിക്കുന്ന ടൈം നമ്മളെ ബ്രെയിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. സോ അതാണ് വിചാരിക്കുന്നത്, കിടക്കാമെന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ കാണാം. ഓക്കെ, നാളെ രാവിലെ കാണാം.
സോ ഗൈസ് കറണ്ട് പോയിട്ട് എണീച്ചാണ് 12 മണിയാകുമ്പോൾ കറണ്ട് പോയേ. ഇപ്പോൾ 12:30 ആകുമ്പോൾ വന്ന്. സോ എനിക്ക് കുറച്ച് സമയം ടാബിൽ ഇവിടെ സീരീസ് കാണാൻ വെച്ച് എണീച്ചാണ്. ഇപ്പോൾ അവിടത്തേക്ക് കറണ്ട് വന്ന് എപ്പിസോഡ് കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സമയം ഇരിക്കുന്നു. അന്നേരം മനസ്സിലായൊരു ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മേലെ കാല് വെച്ചിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് ആവുന്നുണ്ട്. സോ ഞാൻ നാളെ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങ് എടുത്ത് കളയാന്നാണ്. എടുത്ത് കളഞ്ഞാൽ നല്ലോണം കുലുങ്ങും മേല. ബട്ട് ഐ ഡോണ്ട് കെയർ ഗൈസ്. നാളെ തന്നെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ ഇത് എടുത്ത് കളയുന്നതായിരിക്കും. ഫാൻ വിട്ട് കാറ്റുള്ളതാണ്. ശരി എന്നാൽ എനിക്ക് അടക്കട്ട്. എനിക്ക് കറണ്ട് പോകില്ല. നല്ല ദിവസം 1 മണിക്കൂർ പോകുന്നതാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ആക്കാൻ വീണ്ടും എണീച്ചോണം. വന്നിട്ടൊന്നും കൂടി കിടക്കാൻ.